നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊല്ലം മൈനാഗപ്പള്ളിയിലെ അപകടം നമ്മുടെ ഹൃദയം നടുക്കും. എന്നാൽ അതിലപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപിടി കാര്യങ്ങൾ ആ അപകടത്തിന് പിന്നിലുണ്ട്. മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു ഡോക്ടർ ശ്രീകുട്ടി പക്ഷേ ഇവിടെ ചെകുത്താനല്ല കാലനായി മാറി. അജ്മൽ ഓടിച്ചിരുന്ന കാറിൽ ശ്രീകുട്ടി കാട്ടിയ പേക്കൂത്തുകൾ അതാണ് നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഇവരുടെ കാർ സ്കൂട്ടറിലിടിച്ചപ്പോൾ ബോണറ്റിൽ തട്ടി മുന്നിൽ വീണ കുഞ്ഞുമോളെ അവർ നിർദാക്ഷിണ്യം കാർ കയറ്റി കൊന്നു. അജ്മൽ ഒരു കൊടും ക്രിമിനലാണ്. ചന്ദനത്തടി മോഷണം ഉൾപ്പെടെ 5 കേസുകളിലെ പ്രതി. അതുകൊണ്ട് തന്നെ അജ്മൽ എന്ന കൊടും ക്രിമിനലിനപ്പുറം ഡോക്ടർ ശ്രീകുട്ടിയുടെ പിന്നാമ്പുറ കഥകളാണ് നമ്മൾ കൂടുതൽ തിരയേണ്ടത്. വഴിനീളെ അവർ മദ്യപിച്ചതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അജ്മൽ എന്ന ക്രിമിനൽ 1 മാസം മുൻപ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിയപ്പോഴാണ് ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയപ്പെട്ടത്. ശ്രീകുട്ടി 1 വർഷത്തോളമായി അവിടെ ജോലി ചെയ്തു വരുന്നു. ബന്ധം ശക്തമായതോടെ അജ്മൽ ആശുപത്രിയിൽ പതിവ് സന്ദർശകനായി. ജോലിസ്ഥലത്ത് പതിവായി ഡോക്ടറെ ഒരുത്തൻ സന്ദർശിക്കാനെത്തുന്നു എന്ന് മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ 2 പേർക്കും മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആശുപത്രി അധികൃതരുടെ താക്കീത് വകവയ്ക്കാതെ അവരുടെ സൗഹൃദം വളർന്നു. ആ സൗഹൃദം ഏറ്റവും മ്ലേച്ഛമായിരുന്നു. ഇതിനിടയിലാണ് ഇവർ കരുനാഗപ്പള്ളിയിലെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഓണാഘോഷത്തിന് ഒരുമിച്ച് ചേരുന്നത്. ഇഷ്ടം പോലെ ഇരുവരും മദ്യപിച്ചു. ഉച്ചയ്ക്ക് ശേഷം അജ്മലിൻ്റെ വീട് നിൽക്കുന്ന വെളുത്ത മണലിലേക്ക് ഇരുവരും കാറിൽ വരുന്നു. വരുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും കാർ ഇടയ്ക്ക് വെച്ച് നിർത്തി ശ്രീകുട്ടിക്ക് മദ്യം വിളമ്പി അജ്മൽ. 1 സ്ഥലങ്ങളിൽ വെച്ച് ഇവർ കാറിലിരുന്ന് മദ്യപിക്കുകയും ചെയ്തു. സോമവിലാസം ചന്തമുക്കിലെ റോഡരികിൽ കാർ നിർത്തി ഗ്ലാസിൽ ശ്രീകുട്ടിക്ക് മദ്യം പകരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മദ്യപിച്ച് മതോന്മത്തയായ ഡോക്ടർ ശ്രീകുട്ടി ഇടയ്ക്ക് അജ്മലിൻ്റെ മടിയിലേക്ക് വീഴുന്നു. അതും അവൻ കാർ ഓടിക്കുമ്പോൾ. ഇവരുടെ പേക്കൂത്ത് തന്നെയാണ് നിരപരാധിയായ ഒരു വീട്ടമ്മയുടെ മരണത്തിൽ കലാശിച്ചത്. ഫൗസിയ എന്ന യുവതിക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു സ്കൂട്ടറിൻ്റെ പിന്നിലിരുന്ന കുഞ്ഞുമോൾ. അജ്മൽ ഓടിച്ച കാർ ഇവരുടെ സ്കൂട്ടറിലിടിക്കുന്നു. കാറിടിച്ചതിൻ്റെ ആഘാതത്തിൽ ഉയർന്നു പൊങ്ങിയ കുഞ്ഞുമോൾ ബോണറ്റിലും തുടർന്ന് കാറിന് മുന്നിലും വീണു. കാറെടുത്താൽ കുഞ്ഞുമോളുടെ ദേഹത്ത് കയറും എന്ന നിലയിലാണ്. മുൻവശത്തെ ചക്രത്തിൽ തലമുടി കുരുങ്ങിയ നിലയിൽ കിടന്ന കുഞ്ഞുമോളുടെ ശരീരം കൊരുത്തു വലിച്ച് പിറകിലേക്കെടുത്ത ശേഷം വീണ്ടും ആ കാർ മുൻപിലേക്കെടുക്കാനൊരുങ്ങുന്നു. അടുത്ത് ഓടിക്കൂടിയ നാട്ടുകാർ ഉച്ചത്തിൽ അലറുന്നു, കാർ മുന്നോട്ടെടുക്കരുതെന്ന്. വണ്ടി മുന്നോട്ടെടുക്കല്ലേ എന്ന് അലറി വിളിക്കുന്ന നാട്ടുകാർ. എന്നാൽ അവർക്കിടയിലൂടെ കാർ അജ്മൽ മുൻപോട്ടെടുത്തു. അതും ശ്രീകുട്ടിയുടെ പ്രേരണയ്ക്ക് പിന്നാലെ. അജ്മലിൻ്റെ തോളിൽ തട്ടി കാർ മുന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ അജ്മലിനോട് നിർദ്ദേശിച്ചത് ശ്രീകുട്ടി എന്ന ഡോക്ടർ. അവളാണ് അവിടെ ചെകുത്താനായി മാറിയത്. കുഞ്ഞുമോളുടെ ദേഹത്തുകൂടെ കാർ കയറിയിറങ്ങി. വാരിയെല്ലുകൾ നുറുങ്ങി ശ്വാസകോശം തകർന്ന് കുഞ്ഞുമോളുടെ ജീവൻ നഷ്ടമായി. ഇത് അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊഴിയാൻ നമുക്ക് കഴിയില്ല. മനഃപൂർവ്വമുള്ള നരഹത്യയാണ്. അതിന് പ്രേരണ നൽകിയത് ഡോക്ടർ ശ്രീകുട്ടി. മദ്യപിച്ച് വാഹനമോടിക്കൽ അതവിടെ നിൽക്കട്ടെ. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതും നമുക്കൊരു പരിധിവരെ ന്യായീകരിക്കാം. എന്നാൽ അപകടത്തിൽ മൃദുപ്രായയായി കാറിന് മുന്നിൽ കിടക്കുന്ന ഒരു സ്ത്രീയുടെ ദേഹത്തുകൂടി കാർ കയറ്റിയിറക്കുന്ന ഈ മനോഭാവമുണ്ടല്ലോ. ജീവനായി പിടയുന്ന ശരീരത്തിന് മുകളിലൂടെ കാർ കയറ്റിയിറക്കിയ അജ്മൽ എന്ന ചെകുത്താനെയും ഡോക്ടർ ശ്രീകുട്ടി എന്ന ഏറ്റവും മ്ലേച്ഛമായ സ്ത്രീയെയും നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്യണം? അവർ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷകൾക്ക് അർഹരാണ്. അർബുദത്തെ അതിജീവിക്കാനുള്ള കുഞ്ഞുമോളുടെ പോരാട്ടം. എന്നാൽ നിരത്തിലെ ക്രൂരതയിൽ ഒടുവിൽ പിടഞ്ഞു മരിക്കുന്ന കാഴ്ചയാണ് നാട്ടുകാർ കണ്ടത്. തിരുവനന്തപുരം RCCയിലെ ചികിത്സയിൽ അതിജീവനത്തിൻ്റെ പാതയിലായിരുന്നു അവൾ. FCI ഗോഡൌണിലെ കരാർ ജീവനക്കാരനായിരുന്ന ഭർത്താവ് നൌഷാദിനൊപ്പം വീടിനു സമീപം ചെറിയൊരു കട അവൾ നടത്തിയിരുന്നു. ഇവിടെ അജ്മൽ എന്ന കൊടും ക്രിമിനലിനപ്പുറം ശ്രീകുട്ടിയുടെ കുടുംബ പശ്ചാത്തലവും അവളുടെ സ്വഭാവവുമൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അവളാണ് യഥാർത്ഥ കുറ്റവാളി. ഇത്തരം സ്ത്രീകൾ, മദ്യപാനികൾ നമ്മുടെ സമൂഹത്തിൽ ഏറി വരുന്നു. അവരുടെ ഏറ്റവും ക്രിമിനൽ ഭാവമുള്ള മുഖം തന്നെയാണ് ഈ സമൂഹത്തെ കൂടുതൽ വിഷലിപ്തമാക്കുന്നതും. ഇത് കേരള കൗമുദി ഇന്ന് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമാണ്. ശ്രീകുട്ടിയുടെ യഥാർത്ഥ കഥ കേരള കൗമുദി വിശദമായി പ്രതിപാദിക്കുന്നു. 18-ാം വയസ്സിൽ ഒളിച്ചോടിയ പെൺകുട്ടിയുടെ കഥയാണ് ശ്രീകുട്ടിയിലൂടെ അവർ പറയുന്നത്. മടങ്ങിയെത്തിയത് ഒരു കൈക്കുഞ്ഞുമായി.
MBBS പഠിച്ചെങ്കിലും അവൾ ലഹരിക്കടിമയായിരുന്നു. ഒരു മുഴുവൻ സമയ മദ്യപാനി. വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവുമൊക്കെ അവൾക്കതിന് പ്രേരണയായി. നെയ്യാറ്റിൻകര തൊഴുക്കലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ് എന്ന് കേരളകൗമുദി പറയുന്നു. നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ. ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ. ഷാജിയുടെ രണ്ടാം വിവാഹം. ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായി വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടുന്നു. ചെന്നൈയിലേക്കാണ് അവൾ ഒളിച്ചോടിയത്. അധികം വൈകാതെ ഒരു കൈക്കുഞ്ഞുമായി അവൾ മടങ്ങി വീട്ടിലെത്തി. പിന്നീട് MBBS പഠനം. ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും അവൾക്ക് മുന്നിലുള്ള ജീവിതം ശരിയായിരുന്നില്ല. വഴിവിട്ട ജീവിതവും അമിത മദ്യപാനവും ലഹരിയുമൊക്കെ അവൾക്ക് ഹരമായി. മുൻകാല സൗഹൃദങ്ങളൊന്നും അവളുടേത് നല്ലതായിരുന്നില്ല. ഇതിനിടെ വിവാഹം കഴിഞ്ഞുവെങ്കിലും അതും പിന്നീട് വേർപിരിഞ്ഞു. 1 വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത്. ഇവൾക്കൊക്കെ മുന്നിൽ ചെന്ന് ഗൈനക്കോളജിയിൽ ചികിത്സ തേടുന്ന വീട്ടമ്മമാരുടെയും യുവതികളുടെയും ഒക്കെ ഗതികേട് നമ്മൾ ഓർക്കണം. എന്തെങ്കിലും മനസ്സാക്ഷിയുടെ ഒരിറ്റുപറ്റ് അത് ശരീരത്തിലില്ലാത്ത ഓരോരോ ജീവിതങ്ങൾ. കരുനാഗപ്പള്ളിയിലെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വാടക വീട്ടിൽ താമസമാക്കി. ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട അജ്മലിനെയും കൂട്ടി അവൾ വാടക വീട്ടിലേക്ക് പോയി. ഇരുവരും മറ്റു സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടുക പതിവാണ്. അവിടെയാണ് അവരുടെ മദ്യപാന സദസ്സ്. മദ്യസൽക്കാരവും മറ്റ് ലഹരി ഭോഗങ്ങളുമൊക്കെ പതിവാക്കി. MDMA ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയായിരുന്നുവെന്നാണ് കേരളകൗമുദി പറയുന്നത്. ചുരുക്കത്തിൽ ശ്രീകുട്ടിയുടെ ഈ പശ്ചാത്തലം തന്നെയാണ് ഈ ക്രിമിനൽ മുഖമുള്ള അപകടത്തിന് പിന്നിൽ. ഒരിക്കലും ഇതിനെ അപകടമെന്ന് നമുക്ക് ലഘൂകരിക്കാൻ കഴിയില്ല. കൊടും ക്രൂര കൊലപാതകമാണ്. റോഡിന്റെ 2 വശത്തേക്കും നോക്കിയാണ് താൻ സ്കൂട്ടർ മുന്നോട്ടെടുത്തതെന്നും നിയന്ത്രണം തെറ്റി പാഞ്ഞെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചുവെന്നും സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസ്യ വേദനയോടെ പറയുന്നു. ആനൂർക്കാവ് ജംഗ്ഷനിൽ സഹോദരന്റെ ഭാര്യ കുഞ്ഞുമോളുമായി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഈ ദാരുണ അപകടം. ഇടിയുടെ ആഘാതത്തിൽ ഒരു വശത്തേക്ക് തെറിച്ചു വീണതിൻ്റെയും തൊട്ടുമുന്നിൽ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങിയതിൻ്റെയും ഞെട്ടൽ ഇതുവരെ ഫൗസിയയ്ക്ക് മാറിയിട്ടില്ല. വീഴ്ചയിൽ കൈകാലുകൾക്കും തലയ്ക്കുമൊക്കെ പരിക്കേറ്റ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫൗസിയ. കുഞ്ഞുമോളുടെ ദേഹത്തോടെ കയറിയിറക്കിയ കാറുമായി അജ്മൽ പിന്നീട് ശരവേഗത്തിൽ പാഞ്ഞു. കാർ കുതിച്ചപ്പോൾ സാഹസികമായി വണ്ടി ഓടിച്ച് പിന്തുടർന്നത് നാട്ടുകാരായ 3 ചെറുപ്പക്കാർ. ഏതുവഴി അജ്മൽ രക്ഷപ്പെട്ടാലും അവനെ ഫോളോ ചെയ്യാൻ കയ്യൂക്കുള്ളവർ. ഫൈസൽ, അജ്മൽ ഷാ, അർഷാദ് എന്നിവരാണ് ആ കാറിന് പിന്നാലെ ബൈക്കിൽ പാഞ്ഞത്. ആ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇതിൽ അർഷാദ് സംസാരശേഷിയില്ലാത്തയാളും. കാരൂർ കടവിൽ നിന്ന് ഷാപ്പുമുക്കിലെത്തിയതിനു ശേഷം ഇടത്തോട്ട് കയറി മാരാരിത്തോട്ടം വഴി മാളിയക്കൽ പാലം കയറി കരുനാഗപ്പള്ളി ആലുമുക്കിലെത്തി. പിന്നീട് ഹൈസ്കൂൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കയറി കോടതി മുക്കിൽ എത്തുകയായിരുന്നു. ജീവന സ്ഥാപനത്തിന് മുന്നിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാതെ നിന്ന അജ്മലിനെ പിന്നാലെയെത്തിയ ബൈക്കുകൾ കുറുകെ വെച്ചതിന് ശേഷം കാറിൻ്റെ ഡോർ തുറന്നു പിടിച്ച് ഇറക്കുകയായിരുന്നു ഇവർ മൂവരും ചേർന്ന്. ഡോക്ടർ ശ്രീകുട്ടി ഓടി അടുത്തുള്ളൊരു വീട്ടിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. സംഭവത്തിൽ അറസ്റ്റിലായ 2 പേർക്കെതിരെ നരഹത്യാക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി വെളുത്തമണൽ സ്വദേശി അജ്മൽ എന്ന 29 വയസ്സുകാരനും സുഹൃത്തും ഡോക്ടറുമായ നെയ്യാറ്റിൻകര സ്വദേശിനി ശ്രീകുട്ടി എന്ന 27-കാരിയും. വെറും 27 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീകുട്ടി തൻ്റെ ചെറുപ്രായത്തിൽ ജീവിതം നശിപ്പിക്കുന്ന കാഴ്ച. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പിന്നീട് ഇരുവരെയും ജയിലിലടച്ചു. 6 മാസം മുൻപ് ആശുപത്രിയിൽ വെച്ചാണ് ശ്രീകുട്ടിയും അജ്മലും തമ്മിൽ പരിചയപ്പെട്ടത് എന്ന് ശ്രീകുട്ടി പറയുന്നു. നൃത്താധ്യാപകനെന്ന് പറഞ്ഞാണ് തന്നെ പരിചയപ്പെട്ടത്. പിന്നീട് സൗഹൃദം സ്ഥാപിച്ച് പലപ്പോഴായി തൻ്റെ കയ്യിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ അജ്മൽ വാങ്ങിയെടുത്തു എന്നും ശ്രീകുട്ടി പറയുന്നു. കേസിൽ കസ്റ്റഡിയിലായതിന് തൊട്ടുപിന്നാലെ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇനി ശ്രീകുട്ടി എന്ന ഡോക്ടറുടെ കരിയർ അത് സ്വാഹ. കടയിൽ നിന്ന് സാധനം വാങ്ങി ഓണാഘോഷത്തിരക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് കുഞ്ഞുമോളെയും സഹോദരിയെയും അമിത വേഗതയിലെത്തിയ ഈ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. അതും അമിതമായി മദ്യപിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ. വീട്ടിൽ പായസം തയ്യാറാക്കി പ്രിയപ്പെട്ടവർക്ക് നൽകി എങ്കിലും തികഞ്ഞില്ല. വീണ്ടും തയ്യാറാക്കി ബാക്കിയുള്ളവർക്ക് നൽകാൻ വൈകിട്ട് ആനൂർക്കാവിലെ കടയിലേക്ക് പോയതായിരുന്നു കുഞ്ഞുമോൾ, അതും സാധനങ്ങൾ വാങ്ങാൻ. കുഞ്ഞുമോൾ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ സഹോദരൻ്റെ ഭാര്യ സ്കൂട്ടറിൽ വിളിക്കാനെത്തി.
പക്ഷേ ആ യാത്ര വീട്ടിലെത്തിയില്ല. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറിയിരുന്ന കുഞ്ഞുമോളെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ല ഓർമ്മകൾ മാത്രം. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം സംസ്കരിച്ചത്. നാട്ടുകാർക്ക് പിടികൊടുക്കാതെ ഇടറോഡുകളിലൂടെ 8 കിലോമീറ്ററാണ് അജ്മൽ കാറുമായി ശരവേഗത്തിൽ പാഞ്ഞത്. ഒടുവിൽ ആ നാട്ടുകാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അജ്മൽ കീഴടങ്ങുന്ന കാഴ്ച. അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല ഈ കൊടും ക്രൂരത. ഡോക്ടർ ശ്രീകുട്ടിയും അജ്മലിനെ പോലെയുള്ളവർ തന്നെയാണ് ഈ നാടിനെ ഓരോ ദിവസവും വിഷലിപ്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.